നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഈ മാസം 19-ന് ആരംഭിക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്നലെ പ്രഖ്യാപിച്ചു. ചപ്പോക്കിലാണ് 19-ാം തീയതി മുതൽ ആദ്യ ടെസ്റ്റ് ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ പിച്ചിന്റെ സ്വഭാവമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ചപ്പോക്കിലെ ഗ്രൗണ്ട് എങ്ങനെ പെരുമാറും എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു സ്ക്വാഡ് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ സ്ക്വാഡിൽ 6 ബാറ്റർമാർ, 2 വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ, 4 സ്പിന്നർമാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, 4 പേസർമാരുമുണ്ട്. സ്ക്വാഡ് എങ്ങനെ നമ്മളൊന്ന് വിശദമായിട്ട് നോക്കുന്നു. ആദ്യം ഈ ഒരു സെലക്ഷന്റെ ഹൈലൈറ്റുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം ഋഷഭ് പന്തിന്റെ മടങ്ങി വരവാണ്. 21 മാസത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യയുടെ ടെസ്റ്റ് സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആകാശ് ദീപ് വീണ്ടും സെലക്ട് ചെയ്യപ്പെടുന്നു. ജുറലും സർഫ്രാസും അവരുടെ കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിലെ പ്രകടനം മികച്ചതായിരുന്നു. അവരുടെ ആ ഒരു പ്ലേസ് റീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അതൊരു ഗുഡ് സൈനാണ്. ദെൻ ദയാലിന് ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് വിളി വന്നിരിക്കുന്നു. മെയ്ഡൻ കോളപ്പാണ്. അദ്ദേഹത്തിന് അവസരം ലഭിക്കുകയാണെങ്കിൽ തന്റെ മികവ് കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ വരുന്നു. ദെൻ ജഡേജ, അശ്വിൻ, കുൽദീപ്, അക്സർ 4 സ്പിന്നർമാർ സ്പിൻ കോട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബുംറ, സിറാജ്, ആകാശ് ദീപ്, ദയാല് 4 പേസർമാരും. സോ മുഹമ്മദ് ഷാമി പരിക്കിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഈ ആദ്യ ടെസ്റ്റിനുള്ള സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആഷ് ദയാലിന് അവസരം ഒക്കെ ലഭിക്കുന്നത്. ബുംറയും സിറാജും പിന്നെ സ്ഥിരമാണല്ലോ. ആകാശ് ദീപിന് വീണ്ടും സെലക്ഷൻ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ ഒരു സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ 6 ബാറ്റർമാരുണ്ട്, 2 വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ, പിന്നെ ടീമിന്റെ ബാറ്റിംഗ് സ്ട്രെങ്ത്, ഡെപ്ത് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സ്പിന്നർമാരാണ് ജഡേജയും അശ്വിനും, അതുപോലെ അക്സറും, ഇപ്പൊ കുൽദീപും കഴിഞ്ഞ ടെസ്റ്റിലൊക്കെ ബാറ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പം നല്ല ഡെപ്ത് ഉള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അപ്പൊ 6 ബാറ്റർമാർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന് നായകൻ രോഹിത് ശർമ്മ, ഒപ്പം തന്നെ യശസ്വി ജയ്സ്വാൾ ഉണ്ട്, ശുഭ്മൻ ഗില്ല്, വിരാട് കോഹ്ലി, KL രാഹുൽ, സർഫ്രാസ് ഖാൻ. 6 ബാറ്റർമാര്. അതിൽ തീർച്ചയായിട്ടും രോഹിത്തിന്റെ കൂട്ടാളിയായിട്ട് യശസ്വി ജയ്സ്വാൾ, അതുപോലെ തന്നെ ഒപ്പം ഗില്ല്, കോഹ്ലി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു ബാറ്റിംഗ് നിരയാണ്. നേരത്തിൽ തർക്കമേ വേണ്ട. ഇനി വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായിട്ട് ഋഷഭ് പന്തും ധ്രുവ് ജുറലും സ്ക്വാഡിലുണ്ട്. ജുറല് കഴിഞ്ഞ പര്യടനത്തിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഋഷഭ് പന്ത് മടങ്ങി വരുമ്പോൾ പന്തിന് തന്നെ ആദ്യ 11-ൽ സ്ഥാനം ലഭിക്കാനാണ് സാധ്യത കൂടുതലെന്ന് പറയേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സ്പിൻ കോർട്ടറ്റാണുള്ളത്. രവി അശ്വിൻ, രവീന്ദ്ര ജഡേജ, 2 പേരും എന്തായാലും ആദ്യ 11-ൽ ഉണ്ടാകും. പിന്നെ അക്സർ പട്ടേലും കുൽദീപ് യാദവ്, ഇതിൽ ആരെ കളിപ്പിക്കണം എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ചെറിയ ഒരു തലവേദന എന്ന് പറയുന്നത്. അക്സറിന്റെ ബാറ്റിംഗ് കപ്പാസിറ്റി വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കളിപ്പിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. പിന്നെ 4 പേസർമാര്, മുഹമ്മദ് സിറാജ്, ബുംറ, ആകാശ് ദീപ്, യാഷ് ദയാൽ. സോ എന്തുകൊണ്ടും മികച്ച ഒരു സ്ക്വാഡ് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ഇതിൽ നിന്നൊരു ഫസ്റ്റ് 11 നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഒന്ന് നോക്കിയാൽ ആരൊക്കെ ആദ്യ 11-ൽ ഈ ഒരു ടെസ്റ്റിൽ ഇറങ്ങാം? തീർച്ചയായിട്ടും രോഹിത്തും ജയ്സ്വാളും ഗില്ലും കോഹ്ലിയും എന്തായാലും ഇവരുടെ സ്ഥാനം ഉറപ്പാണല്ലോ. ദെൻ പന്ത് നമ്പർ 5-ൽ വരികയാണെങ്കിൽ രാഹുൽ നമ്പർ 6-ൽ. സോ ബാറ്റർമാരായിട്ട് അവിടെ അത്രയും പേരുണ്ടാവും. ദെൻ ജഡേജ, അക്സർ, അശ്വിൻ എന്തായി അതിശക്തമായിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പായിട്ട് അവിടെ മാറും. അപ്പോൾ 9 പേര് ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. പിന്നെ ബുംറയും സിറാജും. അപ്പോൾ 2 പേസർമാരെ വെച്ചിറങ്ങുകയും 3 സ്പിന്നർമാര്, അശ്വിനും അക്സറും ജഡേജയും 3 സ്പിന്നർമാർ. ആ രൂപത്തിലായിരിക്കും. പിന്നെ ചപ്പോക്കിലെ പിച്ചിന്റെ സ്വഭാവം വെച്ച് അങ്ങനെ ഇറങ്ങാനാണ് സാധ്യത. ഒരിക്കൽ കൂടി പറഞ്ഞാൽ രോഹിത്, ജയ്സ്വാൾ, ഗില്ല്, കോഹ്ലി, പന്ത്, രാഹുൽ, ജഡേജ, അക്സർ, അശ്വിൻ, ബുംറ, സിറാജ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 11. പിന്നെ ഒരു അല്പം കൺഫ്യൂഷൻ ഉള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുൽദീപിന് അക്സറിന് പകരം ഇറക്കണമോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു റിസ്റ്റ് സ്പിന്ന് ഒരു വെറൈറ്റി ലഭിക്കുക എന്നുള്ളതുകൊണ്ട് ഒരു റിസ്റ്റ് സ്പിൻ ഉപയോഗിക്കാൻ അദ്ദേഹത്തെ കളിപ്പിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. എന്നാലും ബാറ്റിങ്ങിന് ശക്തി കൂട്ടുക അക്സർ കളിക്കുമ്പോഴായിരിക്കും എന്നുള്ളത് മറക്കാതിരിക്കും. എന്തായാലും ശക്തമായിട്ടുള്ള സ്കോർ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ.